അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല യഹ്യ എന്ന ഒരു ആൺകിടാവിടെ തണ്ട എന്ന സന്തോഷ വാർത്ത മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് അല്ലാഹു തആല കൊടുത്ത. സക്കരിയ നബി അലൈഹിസ്സലാമുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്ത. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് യഹ്യ എന്നൊരു മോന് ജനിക്കണം. യഹ്യ നബി അലൈഹിസ്സലാം, ആ യഹ്യ നബി അലൈഹിസ്സലാം ജനിച്ചിട്ട് 2 വർഷമാകുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല യഹ്യ നബി അലൈഹിസ്സലാമോട് ചൊല്ല ഒരു വിഷയമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കും വേണ്ടത്. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമോട് അല്ലാഹു തആല ചൊല്ലേ, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. ഏ യഹ്യ, തൗറാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. ബിഖുവത്തിൻ, ഉന്മേഷത്തോടു കൂടെ. തൗറാത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മൂസാ നബിക്ക് കിതാബായി കൊടുത്തതായിട്ടിരിക്കണം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിൽ പിന്നെ ഒരുപാട് നബിമാർ വന്നിടും. ആ നബിമാരെല്ലാം തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം, തൗറാത്ത് വഴിപാട്ടി കൊടുത്തങ്ങും, തൗറാത്ത് അങ്ങനെ കിതാബായിട്ട്. അപ്പൊ ആ തൗറാത്തിനെ മുറുകെ പിടിക്കുക അല്ലാഹു തആല ചൊല്ലേ. ബിഖുവത്തിൻ ചൊല്ല്, ഉന്മേഷത്തോടു നല്ല പരിശ്രമിച്ച്. വആതൈനാഉൽ ഹുക്മ, മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിന് ഞങ്ങൾ കൊടുത്ത അൽ ഹുക്മ, നുബുവത്തിനെ കൊടുത്ത സബിയൻ. യഹ്യ നബി അലൈഹിസ്സലാം ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ തന്നെ, അതായത് 3 വർഷിക്കുമ്പോൾ, ചെറിയ പ്രായത്തിൽ നബിയായ ആൾമാരിൽപ്പെട്ടാലേക്ക് യഹ്യ നബി അലൈഹിസ്സലാം. ബാക്കി നബിമാർക്കെല്ലാം അല്ലാഹു തആല 40 വർഷമാകുമ്പോഴത്തേക്ക് നുബുവത്ത് കൊടുക്കുക. പക്ഷെ 40 വർഷത്തേക്ക് മുന്നൊരു നുബുവത്ത് കൊടുത്ത നബിമാരിൽ ഒരാളായിട്ട് യഹ്യ നബി അലൈഹിസ്സലാം 3 വർഷിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല നബിയാക്കി. അപ്പൊ 2 വർഷത്തിൽ തന്നെ അല്ലാഹു തആല പരിശുദ്ധമായ തൗറാത്തിനെ മുറുകെ പിടിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്ന് അല്ലാഹു തആല ചൊല്ലുമ്പോൾ 2 വർഷമാകുമ്പോൾ അത് മനസ്സിലാക്കുന്ന പക്വതയും ബുദ്ധിയും മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്തറ. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ നബിയാക്കിടാന്ന്. വഹനാനം മിൻ ലദുന്ന വസകാതൻ, അത് ഞങ്ങളുടെ പക്കൽ നിന്ന് മനുഷ്യർക്ക് റഹ്മത്തായിട്ടും മനുഷ്യർക്ക് സദഖയായിട്ടും ആയിട്ട് യഹ്യ നബി അലൈഹിസ്സലാമിനെ നബിയും റസൂലുമായിട്ട് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആക്കിയത്. വകാന തഖിയൻ, മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം ഭയങ്കര തഖ്വയുള്ളാളായിട്ടിരുന്നു. അമ്പിയാക്കന്മാരെല്ലാവരും തഖ്വയുള്ള ആൾ തന്നെ. പക്ഷെ അങ്ങെല്ലാവരും ഒരേ സ്ഥാനമല്ലല്ലോ, എല്ലാവരും വ്യത്യാസമല്ലേ, എല്ലാവരും ഒരേ സ്ഥാനത്തല്ലേ. തിൽക റുസുലു ഫദ്ദൽനാ ബഅ്ദഹും അലാ ബഅ്ദ്. അല്ല, അമ്പിയാക്കന്മാര് ഇഷ്ടമൊക്കെ ചെന്നിട്ട് ഖുർആൻ ചൊല്ലാൻ, അങ്ങനെ നിന്ന് ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്ന്. അപ്പൊ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ടോപ്പായിട്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലെ ഉലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരുള്ള ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരായിട്ട് കിടക്കണം. അപ്പൊ അങ്ങക്ക് ഉലുൽ അസ്മൻ ചൊല്ല്, അത് 5 നബിമാരായിട്ട് കിടക്കും. അപ്പൊ അമ്പിയാക്കന്മാരെല്ലാവരും ഒരേ സ്ഥാനത്തല്ല, വ്യത്യസ്തമായ സ്ഥാനമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വേറൊരു നിലക്കുള്ള ശ്രേഷ്ഠതകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതായത് തന്നെ യഹ്യ നബി അലൈഹിസ്സലാം ഭയങ്കര തഖ്വയുള്ളാളാണ്. വബർറൻ ബിവാലിദൈഹി, മാതാപിതാക്കളെ കൊണ്ട് നല്ല ഗുണം ചെയ്ത ആളായിട്ട് യഹ്യ നബി അലൈഹിസ്സലാം. വലം യകുൻ ജബ്ബാറൻ, അഹങ്കരിക്കുന്ന ആളല്ല യഹ്യ നബി അലൈഹിസ്സലാം. അസിയൻ, റബ്ബുക്ക് ദോഷം ചെയ്ത ആളും അല്ല. വസലാമുൻ അലൈഹി, ഞങ്ങളുടെ വക്കൽ നിന്നുള്ള രക്ഷയുണ്ട് ആർക്ക്? യഹ്യ നബി അലൈഹിസ്സലാം. യൗമ ഉലിദ, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ പ്രസവിക്കപ്പെട്ട ദിവസം. അപ്പൊ പ്രസവിക്കപ്പെട്ട ദിവസം യഹ്യ നബി അലൈഹിസ്സലാമുക്ക് എന്റെ രക്ഷയുണ്ട്. അപ്പൊ ശൈത്താൻ മോശമായതുണ്ട് ആ യഹ്യ നബി അലൈഹിസ്സലാമുക്ക് എത്തിക്കല. വയൗമ യമൂതു, യഹ്യ നബി അലൈഹിസ്സലാം മരിക്കണ നാളും ഞങ്ങൾ രക്ഷയുണ്ട്, ഖബറുടെ അദാബിൽ നിന്ന് രക്ഷയായിട്ടുണ്ട്.
വയൗമ യുബഅസു ഹയ്യ, രണ്ടാമതായി മരിച്ച് രണ്ടാമതായി ഖബറിൽ നിന്ന് ഹയാത്തിന്റെ ആ നാളിലും യഹിയാ നബി അലൈഹിസ്സലാമുക്ക് ഞങ്ങളെ രക്ഷയുണ്ട്. അപ്പൊ അമ്പിയാക്കന്മാർ ജനിച്ചത് മരിക്കടത് അല്ലെ ആ നാളിനെ സംബന്ധിച്ചിട്ടുള്ളത് സലാമുൻ അലൈഹി യൗമ ഉലിദ വസലാമുൻ അലൈഹി യൗമ ഉലിദ, പ്രസവിക്കപ്പെട്ട നാൾ. വയൗമ യമൂത്ത്, അങ്ങ് മരിക്കട നാല്. വയൗമ യുബഅസു ഹയ്യ, അങ്ങനെ രണ്ടാമത് ഖബറിൽ നിന്ന് പുനർജന്മം ചെയ്യപ്പെട്ട നാൾ. രണ്ടും നമുക്ക് രക്ഷയുണ്ട്. രക്ഷയുണ്ട് എല്ലുമ്പോ അങ്ങ് കണ്ട് അദാബിനെ കുറിച്ച് പേടിക്കൊന്നിട്ടില്ല. പിന്നെ അമ്പിയാക്കന്മാരൊക്കെ അത് അള്ളാഹുടെ ഗാംഭീര്യത്തിൽ പേടിച്ചു പോവാറ് എന്നല്ലാണ്ട് അള്ളാഹുടെ ശിക്ഷയിൽ നിന്ന് അങ്ങ് ഭയക്കട ആവശ്യമില്ല. അപ്പൊ അമ്പിയാക്കന്മാരെ പേടിക്കറാന്നിട്ട് ഹദീസിൽ കാണൂലേ, അതുക്കും അമ്പിയാക്കന്മാർ പേടിക്കറാന്ന് ചെന്നതിന്റെ അർത്ഥം അള്ളാഹുടേതായ ഗാംഭീര്യത്തിലായിരിക്കുന്നത്. അന്നത്തെ ആ ഒരു ഇത് കാണും. അല്ലാണ്ട് ശിക്ഷരെ സംബന്ധിച്ചല്ല. ശിക്ഷരെ സംബന്ധിച്ച് ദോഷം ചെയ്ത ആൾമാരല്ല, അമ്പിയാക്കന്മാർ ദോഷം ചെയ്യില്ല. ദോഷം നിന്ന് കാവൽ നൽകപ്പെട്ട ആളായിട്ട് എല്ലാ അമ്പിയാക്കന്മാരും. അപ്പൊ യഹിയാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമായിട്ട് എനിൽ പിന്നെ മറിയം ബിയുടെ കുറിച്ചായിട്ട് ചൊല്ലുകയുണ്ട്. അപ്പൊ യഹിയാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചുന്ന ആയത്തുകളായിട്ട് ഇപ്പൊ നമുക്ക് അർത്ഥം വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യാ وبرا بوالديه ولم يكن جبارا عصيا وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. യാ യഹ്യാന്റെ യാത്തെ നീട്ടുക മേനായി യാണ്ടിട്ട് യാ തെല്ലിട്ടു يا يحيى خذ الكتاب بقوة തൻവീന് ഈ വാവുക സേരിട്ട് ഈ നൂനി വാവുക മിക്സ് ആയിട്ട് എനിക്ക് ഇത് ബിഹുന്നത്തില് بقوة وآتيناه الحكم صبيا وآتيناه الحكم صبيا നിപ്പാട്ടുമ്പോ صبيا وحنانا അവിടെ മീമുക്ക് ശ്രദ്ധ കൊടുത്തു. وحنانا من لدنا അവിടെ മിന്നിട്ട് ഈ നൂനുടെ ലാമുക ഇദ്ഗാമാണ്. അതുകൊണ്ട് ആ ലാമുക ശ്രദ്ധ വന്നത്. അപ്പൊ ഇദ്ഗാം ബിലാഗുന്നത്തും ഈ നൂന് ഈ ലാമുക മണിക്കൊകില്ല, മണിക്കാണ് നൂനോട് ഇരിക്കില്ല. അതായത് ഇദ്ഗാം ബിലാഗുന്നത്ത്. ഇദ്ഗാം എന്നെങ്കിൽ ഇത് ഒട്ടാക്കിയാണ്. ബിലാഗുന്നത് റാഗാക്കാണ്. ഇവിടെ റാഗാക്കി എനിക്ക് ബിഗുന്നത്തില്ല. റാഗാക്കാത്തേക്ക് ബിലാഗുന്ന മില്ലദുന്ന വസകാതൻ വസകാതൻ അവിടെ തൻ എന്നതിന്റെ വാവ് വസകാതൻ വകാന തഖിയ നിപ്പാട്ടുമ്പോ തഖിയ വബറം ബിവാലിദൈഹി വബറം ബി ബറൻ ഇവിടെ നോക്കൂ ഇങ്ങനെ വബറൻ. നെക്സ്റ്റ് ബാബ് എന്നെങ്കിൽ തൻവീൻ എന്താ കൊടുക്കുന്നെങ്കിൽ തൻവീൻ മീമാവും. അതുകൊണ്ടായിട്ട് ഇതിൽ ഒന്നര മീമാക്കി ബി. നെക്സ്റ്റ് ബാബ് എന്നതുകൊണ്ട് അതിനെ ഇക്കുലാബാക്കിനെ ചൊല്ലും. പിന്നെ ബറൻ കേൾക്കുമ്പോഴുള്ള നൂനുടെ മീമാക്കിയിട്ട് ഞാൻ ഓതും. അതുകൊണ്ടായിട്ട് ഇവിടെ ഇങ്ങനത്തെ മീം കൊടുക്കും. അവിടെ ഇങ്ങനെ തൻവീന് ജന്മിത്ത് അപ്പൊ ഒന്നിരടുത്ത് മീമാക്കിയത് അവിടെ ഇക്കുല ഓതുമ്പോൾ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ. ജബ്ബാറൻ റൻ തൻവീൻ നോക്കുന്ന ഒരേ പദം
അത് കറക്റ്റ് കേൾക്കണം. ഇൽഹാറാക്കണം എന്നത് കാറ്റഗറി ഇങ്ങനെ അല്ലെ. ബാക്കി എങ്ങനെയാണ് നോക്കുക? ഒന്ന് മുന്നൂറ് വന്നിട്ട് വയ്ക്കുക. ഇങ്ങനെ ഇങ്ങനെ ഇതല്ല, ഇത് കറക്റ്റ് നോക്കുന്നത്. അത് ഇൽഹാർ. ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ. അതെന്ത് നോക്കില്ല, അത് ഈ ഇങ്ങനെ ഇട്ടല്ലേ തൻവീന്, അതേ തൻവീൻ തിരിച്ചിട്ട് എന്ത് വന്നെങ്കിൽ ഇത് ഇൽഹാറാവുന്നതാണ്. ഇതും അങ്ങനെ ഇൽഹാറാവുന്നതാണ്, ഇതും ഇൽഹാറാവുന്നതാണ്. അപ്പൊ ഈ തൻവീൻ നിങ്ങൾ നോക്കുക, തൻവീൻ ഫത്ഹൻ ഇങ്ങനെ കൊണ്ട്, കസ്റൻ ഇങ്ങനെ കൊണ്ട്, ദമ്മെങ്കിൽ ഇങ്ങനെ കൊണ്ട്, ഇങ്ങനെ ഇൽഹാറാക്കുക. അല്ലാത്തത് തൻവീന് ഇത് ഇങ്ങനെ ഒന്ന് മുന്നൂറ് കെസറല്ല, ഒന്ന് മുന്നൂറ് തൻവീന് ഇങ്ങനെ. ഇവിടെ മാത്രം ഇവിടെ ഇങ്ങനെ. അതായിട്ട് ഇവിടെ അവിടെ എന്ത് വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അതു ഹയ്യ. ഹയ്യൻ ഹയ്യ യുബ്അതു. ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ വഹനാനൻ മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യാ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അതു ഹയ്യാ. അപ്പോൾ യഹ്യാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമുടെക്കാൾ 6 തിങ്കൾ മുന്നലായിട്ട് യഹ്യാ നബി അലൈഹിസ്സലാമുടെ പെത്ത് അങ്ങ് ഒരേ കാലക്കാരായിട്ട് അല്ലാണ്ട് മുട്ടത്തെ സംബന്ധം കൂടി ആയിട്ട് യഹ്യാ നബി അലൈഹിസ്സലാമുടെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു ഇൽമു കൊടുത്ത, തൗറാത്ത് കൊടുത്ത, അത് മനസ്സിലാക്കുന്ന ശക്തി കൊടുത്ത. അങ്ങനെ തൗറാത്തും ഇതെല്ലാം ദീനുടെ നിയമങ്ങളൊക്കെ ബനു ഇസ്രായേലിക്ക് പഠിപ്പാട്ടി കൊടുത്തുകൊണ്ടിരുത്ത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം അതേ കാലം തന്നെ ആയിട്ടിക്കത് ഈസാ നബി അലൈഹിസ്സലാം. അത് 6 തിങ്കളുടെ വ്യത്യാസമില്ല നിങ്ങളിടയിൽ. യഹ്യാ നബി അലൈഹിസ്സലാം ഉണ്ട് അള്ളാഹുടെ ദീൻ തൗറാത്ത് അനുസരിച്ച് ബനു ഇസ്രായേലിക്ക് അല്ലെ. സക്കരിയ നബി അലൈഹിസ്സലാം 120 വർഷമാകുമ്പോഴേക്ക് യഹ്യാ നബിയുടെ പെത്ര്. അപ്പൊ സക്കരിയ നബിക്ക് 120 വർഷമാകുമ്പോഴത്തേക്ക് സക്കരിയ നബി അള്ളാഹുടെ ദ്വാർന്നത് എന്തേ നന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വേണം എന്നുള്ളത്. അണ്ടത്തെ ബനു ഇസ്രായേലിൽ പെട്ട ആൾമാർ അത്രക്കും കുർത്തക്കേടുള്ള ആൾമാരായിട്ടുണ്ടാകും. അത് ബനു ഇസ്രായേലിന് ആ നേതൃത്വ സ്ഥാനത്ത് വേണ്ട ആൾമാർ. അതുകൊണ്ടിട്ടും നാം മരിച്ചെങ്കിൽ എൻ്റെ സ്ഥാനത്തിന്റെ ദീൻ ചൊന്നു കൊടുക്കുന്ന ആൾമാർ വേണം എന്ന നിലയ്ക്ക് സക്കരിയ നബി അലൈഹി സ്വലാം ദ്വാറത് അള്ളാഹു യഹ്യാ നബി അലൈഹി സ്വലാമിടെ കൊടുത്ത ശരീഅത്തിൽ തന്നെ മനസ്സിലാക്കുള്ള ബുദ്ധിയും തൗറാത്ത് മനസ്സിലാക്കുള്ള ഇൽമും അതെല്ലാം അള്ളാഹു താല കൊടുത്ത് ശക്തിപ്പെടുത്തിയ യഹ്യാ നബി അലൈഹി സ്വലാം ഭയങ്കര തഖ്വയുള്ള ആൾ. അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്തു, ഒരുപാട് ഇബാദത്ത് ചെയ്തു. യഹ്യാ നബി അലൈഹി സ്വലാമിടെ അങ്ങ് കൊന്നതായിട്ടിരിക്കുന്നത്. യഹ്യാ നബി അലൈഹി സ്വലാമിടെ കൊല്ല കാരണ ദീൻ ചൊന്നു കൊടുത്തത് കൊണ്ട് തന്നെ ആയിട്ടിരിക്കുന്നത്. അണ്ടത്തെ ഒരു രാജാവ് എത്ത്. അപ്പൊ ആ രാജാവ് അവന്റെ പേരെന്താണ്, അവനക്ക് കെട്ടൽ ഹലാലല്ലാത്ത ഒരു പെണ്ണിട മങ്ങലാവുക പുറത്തായ. യഹ്യാ നബി അലൈഹി സ്വലാം എതിർത്തത് പാടില്ല, ഇത് ഹറാമാൻ, നിക്ക് ഹലാലല്ല. അപ്പോ യഹ്യാ നബി അലൈഹി സ്വലാം പാടില്ല ചെന്നിട്ടാകുമ്പോഴത്തേക്കും ആ പെണ്ണും ഈ രാജാവും ഭയങ്കര മഹബത്തില. അപ്പോ ആ പെണ്ണ് ചെന്നാല് രാജാവിടെ യഹ്യയുടെ തലനക്ക് പടം തറന്നു. അപ്പൊ രാജാവ് കാര്യം മനസ്സിലായല്ല. രാജാവ് ചെന്ന് അത് വേണ്ട, അല്ല നക്കത് ബേനെ ചെന്നിട്ട് ആട്ട പിടിച്ചിട്ടാകുമ്പോ രാജാവ് അത് കൊത്ത മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ തല കൊണ്ടുവരവ് ബേനയച്ചു. അങ്ങനെ യഹ്യാ നബി അലൈഹി സ്വലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ യഹ്യാ നബി അലൈഹി സ്വലാം കൊന്നിട്ട് തലയുടെ കൊണ്ടുവന്നത്. ഈ തലികയിൽ വെച്ചിട്ടായിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല രാജാവുടെയും അതുമായി ബന്ധപ്പെട്ട ആളുമാരെയും അള്ളാഹു താല പിടിച്ച് താത്തിയാണ്ടൊക്കെ ചരിത്രത്തിൽ കാണാം. ആ പെണ്ണുടെയും പിടിച്ച് താത്തിരാണ്ടൊക്കെ, ഭൂമിക്ക് പിടിച്ച് താത്തിരാണ്ടൊക്കെ കാണാം.
അപ്പോൾ ബനു ഇസ്രായേൽ ചൊല്ലൊരു സമുദായം അങ്ങനത്തേതാ. എത്ര കണ്ടിട്ടും പാഠം പഠിക്കാത്ത ഒരു ടീമായിട്ട് കരുതുക. മൂസാ നബി അലൈഹി സ്വലാം ഒരുപാട് മോചിതത്ത് കാട്ടി ഞങ്ങളെ നേർത്തൊരുക്കൊണ്ടു. അപ്പോൾ കുറെ അവർക്ക് ശരിയോട് പിന്നെ അങ്ങനത്തെ ഒരു ടീം. യഹ്യാ നബി അലൈഹി സ്വലാമിനെ കൊന്ന മാത്രമല്ല, സക്കരിയ നബി അലൈഹി സ്വലാമിനെ അങ്ങ് കൊന്നിടറ്. ഒരുപാട് നബിമാരെ അങ്ങ് കൊന്നിടറ്. അപ്പോൾ യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ കൊല്ലുകളുടെ കാരണം എന്തായിട്ടെങ്കിൽ, നിക്ക് മഞ്ഞളാവുക തീര ഇത് ഹറാമാണ്, നിക്കിത് ഹലാലല്ല എന്നൊരു ഫത്വ മഹാനായ സക്കരിയ നബി യഹ്യാ നബി അലൈഹി സ്വലാം ചൊന്നത് കൊണ്ടായിട്ടിക്കടും യഹ്യാ നബി അലൈഹി സ്വലാമിനെ അങ്ങ് കൊന്നതുണ്ട്. യഹ്യാ നബിനെ മാത്രമല്ല, അങ്ങ് ഒരുപാട് നബിമാരെ കൊന്നിറന്നിട്ടൊക്കെ പരിശുദ്ധ ഖുർആനിൽ ചെന്നു. ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതേ സംബന്ധിച്ചു. അപ്പോൾ ബനു ഇസ്രായേൽ ചൊല്ലുന്നത് ഒരുപാട് നബിമാർ അങ്ങനെ നേർവഴിക്ക് കൊണ്ടുവരകുബേനായി വന്നത്. ഈ സക്കരിയ നബിയുടെ കുടുംബം തന്നെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മോൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ആ ഫാമിലിയിൽ വന്നായിട്ടിക്കട്. അപ്പോൾ ഒരുപാട് നബിമാർ നമുക്ക് ഓരോരോ ഒരു നബി മരിക്കുമ്പോൾ ആ സ്ഥാനത്ത് പിന്നൊരു നബിയായിട്ടിക്ക് നമുക്ക് പണ്ടേ നേതൃത്വം കൊടുക്കും. ഞങ്ങളെ കാലത്ത് ഞങ്ങളെ നബിയുടെ ഉമ്മത്തിങ്ങൾ ഉലമാക്കളായിട്ട് ആ സ്ഥാനത്ത് നിൽക്കേ. ഞങ്ങളെ നബിയുടെ കാലത്ത് നബിയിൽ പിന്നെ നബിയില്ല, ലാ നബിയ ബാദ, ഞങ്ങളെ നബിയിൽ പിന്നെ ഒരു നബി പറകില്ല. അപ്പൊ ആ നബി പറകില്ലാണ്ടിരിക്കുമ്പോൾ ആ ദീൻ ചെന്നു കൊടുക്കുകയും ആലിമീങ്ങളായിട്ട് ആ സ്ഥാനത്ത് ഉണ്ട്. അതുകൊണ്ട് ആ നബി തങ്ങൾ ചെന്നു ഉലമാവ് ഉമ്മത്തി കഅംബിയ ബനി ഇസ്രായേൽ, നന്റെ ഉമ്മത്തിലെ ആലിമീങ്ങൾ ബനു ഇസ്രായേലിലതായ അമ്പിയാക്കന്മാരെ പോലെ. കാരണം നന്നിൽ പിന്നെ നബി പറക്കില്ല. അതുകൊണ്ട് ആ ദീൻ ചൊന്നു തരേണ്ടത് ആലിമീങ്ങളാണ്. അപ്പോൾ മഹാൻതുക്കളായ ഇമാമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാരൊക്കെ ദീൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടിക്കുന്നത്. ആ ദീനായിട്ട് ഞങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അല്ലാണ്ട് ഇന്നലെ വീണ്ടും വന്നിട്ട് ഖുർആൻ ഓതൊക്കെ തെരിയാത്തവനും ഹദീസ് ഓതൊക്കെ തെരിയാത്തവനും സരി അറബി പലക്കറിയൊക്കെ തെരിയാത്തവനും അറബി ഓതൊക്കെ തെരിയാത്തവൻ ഓൻ വന്നിട്ട് ദീൻ ചൊന്നെതിരെ ഞങ്ങൾ അല്ല സ്വീകരിക്കേണ്ടത്. ദീൻ അങ്ങനെയല്ല. ദീൻ നബി തങ്ങൾ കൊടുത്തുപോയത് ആലിമീങ്ങളെ കയ്യിലാണ്. അത് പണ്ടുള്ള ആലിമീങ്ങൾ അത് ചൊന്തന്ത്രാറ് എഴുതി വെച്ച് പോയിടാറ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമീങ്ങളെ രേഖപ്പെടുത്തി വെച്ച് പോയിടാറ്. അവർക്ക് എഴുതി വെച്ചിടാറ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇങ്ങൊക്കെ ഇതിൽ വലിയ അഗ്രഗണ്യന്മാരായിട്ടിരിക്കുന്ന നേതാക്കന്മാരായിട്ടിരിക്കുക. അപ്പൊ അങ്ങക്ക് ദീൻ പഠിച്ച് മനസ്സിലാക്കി പിൽക്കാലത്തുള്ള അങ്ങക്ക് പഠിക്കുള്ള തെറുവല്ല എഴുതി വെച്ച് ഇതായിട്ട് ദീൻ എന്നങ്ങ് പഠിപ്പാട്ടി പോയിട്ടാറ്. അതാണ് അങ്ങ് മുറിക്ക് പിടിക്കേണ്ടത്. അങ്ങായിട്ട് ഞങ്ങൾക്ക് അറിയുള്ളത് നബി പിന്നെ ഞങ്ങൾക്ക് ദീൻ പഠിപ്പാട്ട. അപ്പൊ അങ്ങനെ മുഖേന കിട്ടിയ ദീൻ അതായിട്ട് ശരിയായ ദീന്. അപ്പൊ അമ്പിയാക്കൻ അതിൽ നിന്നും തപ്പിപ്പോയ എത്രയോ വിഭാഗം ഉണ്ട്. സലഫിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും തബ്ലീഗിൻ്റെയും ഖാദിയാനിൻ്റെയും പല വിഭാഗങ്ങളും ഖുർആനും ഹദീസും അർത്ഥം വെച്ചിട്ട് തന്നെ പഴിച്ചു പോയത് ഇസ്ലാമിൽ നിന്ന്. അത് മനസ്സിലാക്കാത്ത രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടായിട്ടില്ലേ. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ ദീനെ കുറിച്ച് ഒന്ന് കൊടുത്തിട്ടാകുമ്പോൾ, അള്ളാഹുടെ ദീൻ യഹ്യാ നബി അലൈഹി സ്വലാമോടെ ചൊന്നു കൊടുത്തിട്ടാകുമ്പോൾ അണ്ടങ്ങ് കൊന്നറ്. ഇന്ന് അങ്ങനെ തന്നെ ഇട്ടിട്ട് ആലിമീങ്ങളെതിരെ ദീൻ ഇന്നത് എന്ന് ചൊല്ലുമ്പോൾ ആലിമീങ്ങളെതിരെ ഇന്റെന്താക്കാറ് ചോദ്യം ചെയ്യുണ്ടാവും. അതിക്കെതിരെ അങ്ങനെ കൊല്ലണുണ്ടോ, ആലിമീങ്ങളെ കൊല്ലണുണ്ടോ, അല്ലെ ആലിമീങ്ങളെ അങ്ങനെ ആക്കണേ. പണ്ടേ ഉള്ള തന്നെ ഇന്ത്യൻ്റെ അല്ല. യഹ്യാ നബി അലൈഹി സ്വലാം കൂടെ കൊന്നതൊക്കെ, സക്കരിയ നബി അലൈഹി സ്വലാമോടെ കൊന്നര ഹറാമും ചൊന്നതൊക്കെ. അപ്പോൾ പല കാലം മുതൽ തന്നെ ഇത് സംഭവം തന്നെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ദീൻ ചൊന്നു കൊടുക്കുക ആൾമാർക്കെതിരെ അത് ഉൾക്കൊള്ളകാവാണ്ടിക്കും അങ്ങനെ കൊല്ലക നോക്കുക. പണ്ട് ജൂതന്മാർ ചെയ്തത് അത് തന്നെ, ബനു ഇസ്രായേൽ പണ്ട് ചെയ്തത് തന്നെ. അക്രമികൾ തെമ്മാടികളായിട്ടിരുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തൊരു ടീമായിട്ടിട്ട് ബനു ഇസ്രായേലും ചൊല്ലൊരു ടീം അല്ലെ. അതിൽ വന്ന് ഒരുപാട് നബിമാരുള്ളത്, 70 പണ്ട് നബിമാരെ കൊന്നിടറുണ്ടായിട്ട് ചില ചരിത്രത്തിലൊക്കെ കണ്ടത്. എന്ത് കൊന്നത്? ദീൻ ചൊന്നു കൊടുത്ത് ഹറാം ഇത് പാടില്ല ചൊന്നു കൊടുത്തിട്ടാൻ പറ്റിക്കണ. യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ കൊന്നത് തന്നെ ഒരു സംഭവം വിവരിക്കലവിടെ കണ്ട്. ഒരു യഹ്യാ നബി അലൈഹി സ്വലാം ഭയങ്കര ഭംഗിയും ചന്തമുള്ള ആളായിട്ട്. പക്ഷേ പെണ്ണുങ്ങളെ കൊല്ലൊരു ആശ യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ കൽബിലൊന്നും വെച്ചിട്ടില്ല. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ ചന്ത കണ്ട് മയങ്ങുകേന ഒരു പെണ്ണ് വന്നിട്ടാകുമ്പോൾ യഹ്യാ നബി അലൈഹി സ്വലാം അത് സമ്മതിച്ചു കൊടുത്തില്ല. പിന്നെ അവള് രാജാവിടെ മുട്ടാക്കി
ആ രാജാവുടെ നെല്ലാക്കി ആ രാജാവുടെ ഒട്ടിಗೆ അങ്ങ് ഒരു ഒരു ഇതിക്കലെന്തേ അങ്ങനെ ഒരു പർബ അല്ലെങ്കിൽ അങ്ങൊരു പെരുന്നാളിൻ്റെ നാള് അണ്ട് രാജാവോടൊട്ടി ആരെന്തൊരു വാഗ്ദാനം ആക്കിയിട്ടുണ്ടെങ്കിലും രാജാവ് അത് നിറവേറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായത്തെ അൻ്റെ ഓല ഭയങ്കര ചമഞ്ഞ് ഭംഗിയായി വന്ന് രാജാവിടെ എതിർന്ന് നിന്നിട്ടാകുമ്പോൾ ഓല കണ്ടിട്ടാകുമ്പോൾ രാജാവ് എന്തായിത്ത് കൊതിയിത്ത് അപ്പോൾ രാജാവോടൊട്ടി എനിക്കെന്തര വേണം കേട്ടാകുമ്പോൾ രാജാവോടൊട്ടി ഒളിച്ചൊന്നാൽ ഈ അയ്യയുടെ തലവേനൊക്കെ അപ്പം അങ്ങനെ ആയിട്ട് തലയെടുത്തതുണ്ടോ ഈ സംഭവം ഒക്കെ കാണാം. അപ്പം ഏതായാലും പെണ്ണുങ്ങൾക്ക് വേണ്ടിയായിട്ട് അവൻ അത് ചെയ്തത് അവിടെയും കാണാം. അങ്ങനെ അള്ളാഹു പിടിച്ച് താത്തിയ ഭൂമികയുണ്ട്. അപ്പോൾ അമ്പിയാക്കന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് അള്ളാഹുടെ ദീൻ ഇവിടെ നിലനിപ്പാട്ടു. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു താല ചൊന്നത് നല്ല തഖ്വയുള്ള ആള്, കിബിറിനടിക്കുന്ന ആളല്ല, ദോഷം ചെയ്ത ആളല്ല, പ്രസവിക്കപ്പെട്ട ദിവസം സലാം രക്ഷ, പിന്നെ മരിക്കുന്ന നാൾ രക്ഷ, സലാമുൻ അലൈഹി യൗമ ഉലിദ, പ്രസവിക്കപ്പെട്ട നാളും രക്ഷ, മരിക്കുന്ന നാളും രക്ഷ, അത് ഖബറിൽ നിന്ന് ഹയാത്താക്കുമ്പോൾ രക്ഷ. സലാമുൻ ഹി അത്താ മത്ലഇൽ ഫജ്ർ ചെന്നില്ലേ ലൈലത്തുൽ ഖദർ, അതെ സുബൈ തോലുണ്ട് സലാമായിട്ട് കിടന്ന് അണ്ടത്തെ അവിടെ പ്രത്യേകത. അപ്പൊ അമ്പിയാക്കന്മാരെ ജനനം ചൊല്ലത് അല്ലെ, അങ്ങനെ പ്രസവിക്കപ്പെട്ട നാളുക മഹത്വം ഉണ്ടിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സലാമുൻ അലൈഹി യൗമ ഉലിദ, അമ്പിയാക്കന്മാരെ പ്രസവിക്കപ്പെട്ട ദിവസവും സലാമായിട്ട് കിടന്ന്. ലൈലത്തുൽ ഖദറെ സംബന്ധിച്ച് എന്താ ചെന്നത് സലാമുൻ ഹി അത്താ മത്ലഇൽ ഫജ്ർ. അമ്പിയാക്കന്മാർ പ്രസവിക്കപ്പെട്ട ദിവസം എന്താണ് സലാമാണ്, മരിച്ച ദിവസവും നമുക്ക് സലാം. മരിച്ച ദിവസം സലാം ചെന്നെങ്കിൽ ഖബറുടെ അദാബിൽ നിന്ന് നമുക്കൊരു ഇതില്ല, എന്താ പേടിയില്ല, നമുക്ക് രക്ഷയായിട്ട് കിട്ടുക. ഇനി മാഷറിൽ ഹയാത്തായിട്ട് രണ്ടാമത് എനിക്ക് പറയുമ്പോഴത്തും അള്ളാഹുടെ അദാബിടെ അങ്ങ് പേടിക്കണ്ട. അപ്പൊ അങ്ങനെ ജനിച്ച നാളും മഹത്വമുണ്ട്, അങ്ങനെ മരണവും അന്തും രക്ഷയായിട്ട് കിട്ടുക എന്നൊക്കെ ഇതിൽ നിന്ന് ഈ ആയത്തിൽ വിശദീകരിച്ചതായിട്ട് കിട്ടുക. അപ്പോൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല യഹ്യാ നബി അലൈഹിസ്സലാം ഭയങ്കര തഖ്വയുള്ള ആളും ചെത്ത് അല്ലെ. സക്കരിയ നബി അലൈഹിസ്സലാം ഒരു നാൾ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണാണ്ടായിട്ട് 3 നാളായിട്ട് കാണില്ല. തേടിയാൻ പോകുമ്പോൾ ഒരു കബർ എടുത്തിട്ട് ആ കബറിന്റെ അടികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താ മോൻ എൻ്റെ 3 നാളായിട്ടല്ലേ കാണാട്ടില്ല, ആ തേടിയോണ്ടല്ലേ ഇങ്ങനല്ലേ ബാപ്പ ചൊന്നര് സ്വർഗത്ത് കത്തനെങ്കിൽ എന്താണ് ഒരുപാട് കണ്ണുനീർ ഒഴുകേണ്ടതുണ്ട് എന്ന മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാം ബാപ്പട്ടിരുന്നു. അങ്ങനെ ബാപ്പയും കൂടി അവസ്ഥ കണ്ട് ഉൾപ്പെട്ട് തീർന്നായിട്ട്, കാരണം ഖബർ എടുത്തിട്ട് ആ ഖബർ നോക്കിയിട്ട് ഉൾപ്പെട്ട് അല്ലെ, കണ്ണുകളിൽ നിന്ന് അള്ളാഹുടെ പേടിച്ച് അള്ളാഹുടെ ശിക്ഷരെ പേടിച്ച് കണ്ണുകളിൽ നിന്ന് കണ്ണിടെ തന്നെ പറഞ്ഞു. എത്രയോ ഖബർ കണ്ടങ്ങ, ഇതങ്ങനെയല്ല, ഖബർ എടുത്തിട്ട് ആ ഖബറിനരികിൽ നിന്റെ അള്ളാഹുടെ പേടിച്ച് ദ്വാരുന്ന യാറും മരുഭൂമിയിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളായിട്ട് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം ഒരുപാട് അള്ളാഹുടെ കൊല്ല ഇബാദത്തും ദിക്റുമായി നിർജ്ജന പ്രദേശങ്ങളിൽ അള്ളാഹുമായി അടുത്തോണ്ടിരുന്ന ആളായിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാമിയുടെ എൻ്റെ താളുമാർ എന്താക്കിയത് അതാ കൊന്നറ് എന്നും. അപ്പോൾ യഹ്യാ നബി സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുടൊട്ടിക്ക് ദ്വാര എന്നിട്ടാകുമ്പോൾ അള്ളാഹു കൊടുത്ത മോനായിട്ടിക്കത് യഹ്യ എന്നുള്ളത്, ഹയാത്ത് എന്ന അർത്ഥം വേണ്ടായിട്ടിക്കത്. അപ്പൊ അതൊക്കെ എന്താ അങ്ങനെ യഹ്യാന്ന് പേര് വെച്ചിട്ട് എൻ്റെ ഹയാത്ത് ജീവൻ അല്ലെ. ഉമ്മയുടെ ഉമ്മക്ക് 90 വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കത് ഉമ്മ പേര്. അപ്പൊ ആ ഗർഭത്തെ ഹയാത്താക്കിയ എന്നതുകൊണ്ട് യഹ്യ എന്ന് പേര് വെച്ച് എന്നൊക്കെ കാണാം. അപ്പൊ അതൊരു ഇത് ചെന്ന അങ്ങനെ പേര് അങ്ങനെ യഹ്യാന്റെ പേര് വെക്കുള്ള കാരണം എന്തേ, പിന്നെ ഹിന്ദു ഹയാത്തല്ലേ. യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം അങ്ങ് ഇന്നും ചൊന്നിട്ടില്ലേ, മനുഷ്യന്മാർ ഖുർആനിൽ ഓതിയോണ്ടില്ലേ. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാമിയുടെ സ്റ്റോറി, യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ സംഭവം പരിശുദ്ധ ഖുർആനിൽ അത് ആൾമാർ ഓതിയോണ്ടില്ലേ, അത് ആൾമാർ മനസ്സിലാക്കിയോണ്ടില്ലേ, അത് ആൾമാർ വിശദീകരിച്ചോണ്ടില്ലേ. അപ്പൊ ഹയാത്തല്ലേ യഹ്യാ നബി അലൈഹി സ്വലാം. ഹയാത്ത് എന്ന അങ്ങനെ പേര് ഇന്നും നിലനിൽപ്പില്ലേ. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ തന്നെ ഏറ്റിക്കള്, സ്വാലിഹ്യങ്ങൾ അങ്ങനെ തന്നെ ഏറ്റിക്ക അങ്ങനെ പേര് ഇന്നും അല്ലെ. ഇപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇന്നും പേര് ഉണ്ട്, നവവി ഇമാം റളിയല്ലാഹു അൻഹു, അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെ പേരിൽ ഇന്ന് ദുനിയാവിൽ ആൾമാർ ചൊന്നോണ്ടില്ലേ, ഇന്നും അങ്ങനെ പേര് നിലനിന്നോണ്ടില്ലേ. അപ്പൊ അങ്ങ് മരിച്ചെങ്കിലും അങ്ങനെ പേരുടെ ബാക്കിയാ, മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് ഹയാത്തിലാണ്. അപ്പൊ അമ്പിയാക്കന്മാർ
മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറ്റമ്പിയാക്കൾ ബനൂറുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ സ്വാലീങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു അങ്ങരോട് കൂടെ സ്വർഗത്തിൽ കൂടുകയും മാഷറ ഞങ്ങൾ ഒട്ടുക ചേരുകയും ഞങ്ങൾ കൂടെ കൂടുകയും അള്ളാഹു ഞങ്ങൾക്ക് അവൻ്റെ ഫള് കൊണ്ട് അതുക്കുള്ള ഭാഗ്യം തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഞങ്ങളെ ഖബർ അള്ളാഹു ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.